ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിന്നുവിനുണ്ടായ സംഭവങ്ങളെല്ലാം അനന്തൻ അർച്ചനയോട് പറയാണ്. ഇതെല്ലാം കേട്ട് അർച്ചന ആകെ ഷോക്കാവുന്നുണ്ട്. തന്റെ മകളെ തനിക്ക് ഇപ്പൊ തന്നെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അർച്ചന അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ചിന്നുവിനെ കാണാനായി അർച്ചന ഓടി വരുന്നത് കണ്ട് വിജയ് ശങ്കറും ചന്ദ്രയും ആകെ ഷോക്കാവുന്നുണ്ട്. ഇവൾ വീണ്ടും തിരിച്ചെത്തിയോ എന്ന് അവർ ചിന്തിക്കുകയാണ്. അതിനുശേഷം അർച്ചന ചിന്നുവിന്റെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ചിന്നുവിനോട് സംസാരിക്കുകയാണ്. അർച്ചനയുടെ കൂടെ മുകുന്ദനും അച്ചുവും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ചിന്നുവിനോട് സംസാരിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അർച്ചനയോട് ചന്ദ്ര പറയുന്നുണ്ട്, എല്ലാ കോണ്ടാക്റ്റുകളും ഉപേക്ഷിച്ച് നീ എവിടെ കറങ്ങാൻ പോയതാണ്, ആർക്കൊപ്പം പോയതാണെന്നൊക്കെ വൈകാതെ തന്നെ നീ അറിയുമെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ഇത് കേട്ട് അർച്ചനയ്ക്കും മുകുന്ദനും അച്ചുവിനും ആകെ ദേഷ്യം വരുന്നുണ്ട്. അർച്ചന എന്നിട്ട് ചന്ദ്രയെ തന്നെ നോക്കുകയാണ്. മുകുന്ദൻ അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ ഇനി ഒന്നും മിണ്ടരുത്, എന്റെ ചേച്ചിയെ ഇനി എങ്ങാനും നിങ്ങൾ അധിക്ഷേപിച്ചാലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. മുകുന്ദൻ ചന്ദ്രയോട് ദേഷ്യപ്പെടുന്നത് കണ്ട് വിജയ് ശങ്കറിനെ സഹിക്കാനാവാതെ വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട്, അത്രയ്ക്കായോടാ നീ? മോളെ ചിന്നു, എനിക്ക് നിന്നോടാണ് ചോദിക്കാനുള്ളത്. നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയ നിന്റെ അമ്മയെ ഇനി നിനക്ക് വേണോ എന്ന് ജയശങ്കർ ചോദിക്കുകയാണ്. ഇത് കേട്ട് അർച്ചന ആകെ ഞെട്ടിത്തരിക്കുകയാണ്. അർച്ചന അപ്പോൾ ചിന്നുവിനെ നോക്കുന്നുണ്ട്. ചിന്നുവിന്റെ മറുപടി എന്താണെന്ന് അർച്ചന അങ്ങനെ കേൾക്കാനായി നിൽക്കുകയാണ്. ചിന്നു അപ്പോ അർച്ചനയോട് ഇന്നലെ രാത്രി അമ്മ എവിടെയായിരുന്നോ, ഇന്നലെ ആ രാത്രിയിൽ അമ്മ എവിടെയാണ് താമസിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് അർച്ചനയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് ചിന്നുവിനെ കണ്ട് പുറത്തിറങ്ങിയ അർച്ചന കാണുന്നത് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ രക്ഷിച്ച രക്ഷകനെയാണ്. രക്ഷകനെ കണ്ട് അർച്ചന ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുന്നുണ്ട്. മീഡിയ ചാനലിന് അർച്ചന ഒളിച്ചോടിപ്പോയി എന്ന ചന്ദ്ര വാർത്ത കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വൈകാതെ അർച്ചന ഒളിച്ചോടി പോയതാണെന്നുള്ള ന്യൂസ് വരും. ഇതോടെ എന്തായാലും അർച്ചന തകരും. ബട്ട് വീട്ടുകാരെയും അർച്ചനയെയും നാണം കെടുത്താൻ തന്നെയാണ് ചന്ദ്രയുടെ ഉദ്ദേശം. കരിമലക്കൊടിയിൽ താൻ എവിടെ താമസിച്ചു, ആരുടെ കൂടെയായിരുന്നു എന്നൊക്കെ അർച്ചന മറച്ചു വെക്കുകയാണ് എല്ലാവരിൽ നിന്നും. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് രക്ഷകനെ കാണുന്നതോടുകൂടി അർച്ചന ആകെ തകർന്ന നിലയിലാവും. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.